ഭാരതം US ഇടക്കാല വാണിജ്യ കരാർ ധാരണ മാനദണ്ഡങ്ങൾ അംഗീകരിച്ച് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. ഇന്ത്യക്ക് മേൽ ചുമത്തിയ 25% അധിക താരിഫ് 18% അമേരിക്ക കുറച്ചു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഭാരതത്തിന്റെ മേൽ ചുമത്തിയ 25% പിഴത്തീരുവ ഒഴിവാക്കുന്നതിനുള്ള ഉത്തരവും ട്രംപ് ഒപ്പുവച്ചു. വ്യാപാര ധാരണ നടപ്പാക്കിയതിൽ ട്രംപിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൊണാൾഡ് ട്രംപ് ഫെബ്രുവരി 2 ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. സംഭാഷണത്തിൽ തന്നെ 25% അധിക താരിഫ് 18 ചുരുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ ധാരണയാണ് ഇപ്പോൾ നടപ്പിലാക്കിയതായി സംയുക്ത പ്രസ്താവനയിലൂടെ ഭാരതവും അമേരിക്കയും അറിയിച്ചിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഭാരതത്തിന് ചുമത്തിയ പിഴ താരിഫ് ഒഴിവാക്കുന്നതിനുള്ള ഉത്തരവും ട്രംപ് ഒപ്പുവച്ചു. വ്യാപാര ധാരണ യാഥാർത്ഥ്യമാക്കിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് നന്ദി അറിയിച്ചു. ഇടക്കാല വ്യാപാര കരാർ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും കർഷകർ, സംരംഭകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർക്കായി പുതിയ അവസരങ്ങളും കരാർ വഴി തുറക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്ത്രീകൾക്കും യുവാക്കൾക്കും പുതിയ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചോളം, ഗോതമ്പ്, അരി, സോയ, പച്ചക്കറികൾ തുടങ്ങിയവയുടെ തീരുവ ഭാരതം കുറയ്ക്കുകയില്ല. പാൽ, ചീസ്, മാംസം, എഥനോൾ, പുകയില എന്നിവയ്ക്കും സംരക്ഷണം ലഭിക്കും. വികസിത ഭാരതത്തിനുള്ള രാജ്യത്തിന്റെ മുന്നേറ്റമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന വിമാന ഘടകങ്ങൾക്ക് ചുമത്തിയ താരിഫും അമേരിക്ക ഒഴിവാക്കും. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഓട്ടോമൊബൈൽ ഘടകങ്ങൾക്കും കുറഞ്ഞ താരിഫായിരിക്കും ധാരണ പ്രകാരം അമേരിക്ക നിശ്ചയിക്കുക. അടുത്ത 5 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ നിന്നും $500 ബില്യൺ ചരക്കുകൾ ഭാരതം ഇറക്കുമതി ചെയ്യും. ഡിജിറ്റൽ ട്രേഡുമായി ബന്ധപ്പെട്ട് ഭാരതത്തിനും അമേരിക്കയ്ക്കുമിടയിൽ നിലനിൽക്കുന്ന നിയമപരവും സാങ്കേതികവുമായ വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.